പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വ്യാജ റിക്രൂട്ട്മെന്റുകളെ കുറിച്ച് പലതവണ റിപ്പോർട്ടർ തന്നെ പ്രേക്ഷകർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഒരു കാരണവശാലും നോർക്കയുടെ സർട്ടിഫൈ ചെയ്ത ഏജൻസി അല്ലാതെ, അതല്ലെങ്കിൽ കൃത്യമായ വിസയെക്കുറിച്ചുള്ള ധാരണകളില്ലാതെ നിങ്ങൾ വിദേശ രാജ്യത്തേക്ക് ചില സ്വകാര്യ ഏജൻസികൾ വഴി കടന്നു പോകരുത്. അങ്ങനെ പോയാൽ ഒടുവിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? കംബോഡിയയിൽ സംഭവിച്ചതുപോലെ സംഭവിക്കും. വ്യാജ റിക്രൂട്ട്മെന്റിനിരയായ മലയാളികൾ കംബോഡിയയിൽ കുടുങ്ങി. 19 മലയാളികൾ, ഒരു തമിഴ്നാട് സ്വദേശി, കംബോഡിയയിലെ ജയിലിൽ ഇപ്പോൾ കഴിയുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ ജോലി നൽകാമെന്നതായിരുന്നു ആദ്യത്തെ റിക്രൂട്ട്മെന്റ് വാഗ്ദാനം. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ജോലി കിട്ടുന്നത് ഒരു റെസ്റ്റോറൻറ്റിലാണ്. അതും ജോലിക്ക് വേണ്ടി 2.5 ലക്ഷം രൂപ വീതം നൽകിയാണ് ഇവർ കംബോഡിയയിലേക്ക് പോയത്. 4 മാസം മുൻപ് ഈ ജോലിയും നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് കംബോഡിയയിലെ ബൻഡായ മീൻചയ ജയിലിൽ അടയ്ക്കുകയായിരുന്നു. അവരുടെ പാസ്പോർട്ടും മൊബൈൽ ഫോണും സംഘം പിടിച്ചെടുത്തു. 1 മാസമായി ഇവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നും വെള്ളവും ഭക്ഷണവും നൽകുന്നില്ലെന്നും ബന്ധുക്കൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അവൻ്റെ ഫോണിൽ നിന്ന് കോൾ വന്നിട്ട് 1 മാസത്തോളമായി. ഇടയ്ക്ക് ഏതോ ഒരു കോളിൽ നിന്ന് അവൻ വിളിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞ്, ഞങ്ങളിങ്ങനെ ജയിലിലാണ്, ഞങ്ങൾ താമസിച്ചിരുന്ന റൂമിൽ നിന്നാണ് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയത്. പാസ്പോർട്ടും ഫോണുകളൊക്കെ അവർ വാങ്ങിച്ചു വെച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ എംബസിയിലോട്ട് ആക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാണ് അവരവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് അവർ കൊണ്ടുപോയി ജയിലിലാക്കി ഇടുകയാണ് ചെയ്തത്. വിടുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങളെ എംബസിയിലോട്ട് മാറ്റാൻ പറഞ്ഞിട്ടും അവർ മാറ്റുന്നില്ല. 2024 ഡിസംബറിലാണ് പോയത്. പക്ഷേ ഇപ്പോൾ ഒരു കഴിഞ്ഞ 3-4 മാസം കൊണ്ട് ജോലിയില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞു ജോലിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മക്കളെ എന്നെ ഇവിടെ നിൽക്കേണ്ട, കയറി വാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വരാനായിട്ട് നിൽക്കുകയായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരാനുള്ള ഇതിൽ നിൽക്കുകയായിരുന്നു. നേരിട്ടല്ല കംബോഡിയ പോയി, റഷ്യയിൽ നിന്നാണ് കംബോഡിയ പോയത്. 2 വർഷമായി പോയിട്ട്. അവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ 20 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മോൻ മാത്രം ഉണർന്നിരുന്നത് കൊണ്ട് അവൻ ഫോൺ കൊടുത്തില്ല. ബാക്കി എല്ലാവരുടെ ഫോണും ഇതൊക്കെ അവർ ഇതാക്കി. അപ്പോൾ ആ ഫോണിൽ നിന്നാണ് എല്ലാവരും ഈ 20 പേരെയും ബന്ധപ്പെട്ടത്. പിന്നെയാണ് വേറൊരു പെങ്കൊച്ച വിളിച്ച് പറഞ്ഞു അതിൻ്റെ അമ്മയോട്, ഇങ്ങനെ ഞങ്ങൾ ജയിലിൽ പിടിച്ചിട്ടേക്കണം, ഞങ്ങൾക്ക് ഇവിടെ ആഹാരമില്ല, വെള്ളമില്ല, ഒന്നുമില്ല, ഒരിതുമില്ല, ഞങ്ങളെങ്ങനെയെങ്കിലും ഇറക്കണമെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു വിളിച്ച് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞ് ജയിലിലാണെന്ന്. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, പലതവണ നമ്മൾ പ്രേക്ഷകരടക്കം വാൺ ചെയ്തിട്ടുള്ളതാണ്, ഇത്തരം തട്ടിപ്പ് ഏജൻസികളുടെ കയ്യിൽ പോയി കുടുങ്ങരുത്. അത് കംബോഡിയയിലേക്കൊക്കെയാണ് വലിയ രീതിയിൽ മനുഷ്യക്കടത്ത് നടത്തുന്നത്. എന്താണ് ഈ കുടുംബം പറയുന്നത്? ഇനി എന്ത് സാധ്യതകളാണുള്ളത്? നമ്മൾ ഏത് വാതിലാണ് ഇനി മുട്ടേണ്ടത് ഇവരെ കംബോഡിയയിൽ നിന്ന് മോചിപ്പിച്ച് നാട്ടിലെത്തിക്കാൻ? അരുൺ, നിലവിൽ 2024 ഡിസംബർ മാസം ഇവിടെ നിന്നും പോയവരാണ് നിലവിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഏകദേശം 1 മാസത്തിലധികമായി ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ അഞ്ചുതങ്ങളിൽ നിന്നുള്ള ബന്ധുക്കൾ പങ്കുവെക്കുന്നത്. 20 പേരാണ് ഇപ്പോൾ നിലവിൽ ഈ ബെൻഡായ് മീൻചായ് എന്ന് പറയുന്ന ആ പ്രൊവിൻഷ്യയിലുള്ള ജയിലിൽ ഇപ്പോൾ അടച്ചിരിക്കുന്നത്. ഇവരെ ഇന്ത്യൻ എംബസിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞാണ് ഈ ഉറങ്ങിക്കിടന്ന 20 പേരെയും ഈ ഷെൽട്ടറിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയത്. പക്ഷേ പിന്നീട് ഇവരെ ജയിലിൽ അടയ്ക്കുകയായിരുന്നു. ഇവരുടെ കൈവശമുണ്ടായിരുന്ന പാസ്പോർട്ട്, മൊബൈൽ ഫോണും ഇപ്പോൾ അവിടുത്തെ പോലീസ് പിടിച്ചു വാങ്ങി എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇവർക്ക് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും ഈ കഴിഞ്ഞ കുറേ നാളുകളായി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയും ഇപ്പോൾ നിലവിൽ ബന്ധുക്കളെ വിളിച്ചപ്പോൾ ഇവർ അറിയിച്ചിരിക്കുകയാണ്. ഇതിൽ വ്യാജ റിക്രൂട്ട്മെന്റ് വഴി തന്നെയാണ് ഇവർ അവിടെ എത്തി എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം കഴിഞ്ഞ കുറേ തവണയായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് കംബോഡിയയിൽ മലയാളികൾ കുടുങ്ങുന്ന വിവരം. നിലവിൽ ഈ 20 പേരിൽ 19 പേരാണ് മലയാളികൾ. അതിൽ 5 പേരാണ് തിരുവനന്തപുരം സ്വദേശികൾ. ബാക്കിയുള്ളവർ കൊല്ലം, വയനാട്, കോഴിക്കോടുള്ളവരും ഈ സംഘത്തിൽ ഉൾപ്പെട്ടവരുണ്ട്. ഇതിൽ ഒരു യുവതി അടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ ജയിലിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. ഇന്നലെ ബന്ധുക്കൾ ഇപ്പോൾ വി മുരളീധരൻ MLA കണ്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. നേരത്തെയും ഈ സമാനമായ രീതിയിൽ അഞ്ചുതങ്ങളിൽ നിന്ന് ഈ മലയാളികൾ കംബോഡിയയിൽ കുടുങ്ങിയപ്പോഴും അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനായിരുന്നു ഇടപെട്ടതും. പിന്നീട് വിദേശകാര്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട് അവരെ തിരികെ കൊണ്ട് നാട്ടിലെത്തിക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ വിദേശകാര്യ മന്ത്രിയുമായി ഇടപെട്ട് തന്നെ അവരെ തിരികെ എത്തിക്കാനുള്ള ഒരു ഇടപെടൽ നടത്തുമെന്നുള്ള ഉറപ്പാണ് നിലവിൽ MLA നൽകിയിരിക്കുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ വിഷയത്തിൽ നമുക്ക് ഇടപെടാവുന്നതാണ്. ഈ അമ്മ പറയുന്നത് കണ്ടില്ലേ, മോനെ നീ കയറി പോരടാ എന്ന് പറയുക, അങ്ങനെയൊക്കെ പറയാനുള്ള അമ്മമാരുള്ളത് തന്നെ എന്ത് ഭാഗ്യമാണ് എന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി അമ്മ എന്ത് പറയും, അച്ഛൻ എന്ത് പറയും? കടവാങ്ങിയ പൈസയും കൊണ്ടല്ലേ വന്നത്. 2.5 ലക്ഷം രൂപയാണ് ഈ കമ്മീഷൻ ഏജന്റിന് കൊടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ടാണ് നരകതുല്യമായ ജീവിതം ഇപ്പോൾ ജയിലിൽ ഈ കംബോഡിയയിൽ ഈ മലയാളികളടക്കമുള്ളവർ അനുഭവിച്ച് തീർക്കേണ്ടി വരുന്നത്. അത്ര കഷ്ടകരമായ കാര്യം അല്ലേ, അത്ര സങ്കടകരമായ കാര്യം.